1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ഏപ്രിൽ 29-ന് ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വമെങ്കിലും അന്നു മുതൽ എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനവും അവ അടിസ്ഥാനമാക്കിയായിരുന്നു. ഏറ്റവും ചുരുക്കത്തിൽ ആ തത്വങ്ങളെ ഇങ്ങനെ പറയാം: 1. രാഷ്ട്രങ്ങളുടെ അതിരുകളെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക. 2. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. 3. സമത്വവും പരസ്പര നേട്ടവും ഉറപ്പുവരുത്തുക. 4. പരസ്പരം ആക്രമിക്കാതിരിക്കുക. 5. സമാധാനപരമായ സഹവർത്തിത്വവും സാമ്പത്തിക സഹകരണവും ഉറപ്പുവരുത്തുക. പഞ്ചശീല തത്വങ്ങൾ അടിമുടി അംഗീകരിച്ച ചൈന പിന്നീട് നടത്തിയ വഞ്ചനകൾ ഇന്നും ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ടവയാണ്. 1959 അവർ കൈലാസ്, മാനസ സരോവർ, ടിബറ്റ്, അക്സായ് ചിൻ, ഗാൽവൻ താഴ്വരകൾ അടങ്ങിയ 50,000 ചതുരശ്ര മൈൽ പ്രദേശം കൈയടക്കി. അതുകൂടാതെ ഇന്ത്യയുമായി 1962 നടത്തിയ യുദ്ധത്തിൽ അവർ 38,000 ചതുരശ്ര മൈൽ ഭൂപ്രദേശം പിടിച്ചെടുത്തു. ഇതെല്ലാം ഇന്നും അവരുടെ കൈവശമാണ്. ഇപ്പോൾ അരുണാചലിലും മറ്റുമായി അതിർത്തി പ്രദേശങ്ങൾ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലുമാണ്. അതായത് പഞ്ചശീല തത്വങ്ങളിലെ ആദ്യത്തേത് തന്നെ ലംഘിച്ചുകൊണ്ടാണ് അതിനോടുള്ള ബഹുമാനം ചൈന ഇന്ത്യയോട് കാണിച്ചതെന്നർത്ഥം. അതേ പഞ്ചശീല തത്വങ്ങളെയാണ് ചൈനീസ് ഏകാധിപതിയായ ഷീ ജിൻ പിങ് കഴിഞ്ഞ ദിവസം പ്രശംസിച്ചത്. സമാധാനപരമായ സഹവർത്തിത്വത്തിലൂന്നിയ നടപടികളെക്കുറിച്ച് ഷീ ജിൻ പിങ് പറഞ്ഞത് ബീജിങ്ങിൽ നടന്ന ഒരു കോൺഫറൻസിലാണ്. പരസ്പര സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള മത്സരങ്ങളിൽ ദക്ഷിണേഷ്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമമായിരുന്നു അതെന്ന് ഷീ ജിൻ പിങ് അഭിപ്രായപ്പെട്ടു. പഞ്ചശീല തത്വങ്ങൾ അല്ലെങ്കിൽ 5 തത്വങ്ങൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെയും അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുടെയും സൗഹൃദത്തിൻ്റെ ഫലമായിരുന്നു. ആ 5 തത്വങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു. മുൻകാലങ്ങളിലെ ചൈനീസ് നേതൃത്വം 5 തത്വങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു. ചൈന ഇന്ത്യ, ചൈന മ്യാൻമർ സംയുക്ത പ്രസ്താവനകളിൽ അവർ ഈ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അടിസ്ഥാന മാനദണ്ഡമാക്കണമെന്ന് സംയുക്തമായി ആഹ്വാനവും ചെയ്യുകയുണ്ടായി. അന്നത്തെ ക്ഷണിതാക്കളിൽ ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെയും ഉൾപ്പെടുന്നുവെന്നും ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു. സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെ 5 തത്വങ്ങളായ പഞ്ചശീലങ്ങൾ ഏഷ്യയിൽ, അതായത് ഇന്ത്യയിൽ ജനിച്ചതെങ്കിലും ആ ആശയങ്ങൾ അതിവേഗം ലോകതലത്തിലേക്ക് ഉയരുകയായിരുന്നു. 1955 20-ലധികം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ബാന്തൂങ് കോൺഫറൻസിൽ പങ്കെടുത്തതായും ഷീ ജിൻ പിങ് തൻ്റെ പ്രസംഗത്തിൽ അനുസ്മരിച്ചു. ഈ വെളിപാട് ചൈനീസ് പ്രസിഡന്റിന് വെറുതെ ഉണ്ടായതായി കരുതാനാവില്ല. കാരണം ചൈനീസ് അതിർത്തിയോട് ചേർന്ന് പുതുതായി 44 തന്ത്രപ്രധാന പാതകൾ നിർമ്മിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ. കേന്ദ്ര പൊതുമരാമത്ത് മന്ത്രാലയത്തിനാണ് ഇതിൻ്റെ ചുമതല. പാകിസ്ഥാനോട് ചേർന്ന് പഞ്ചാബ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ആകെ 2100 കിലോമീറ്റർ ദൂരം വരുന്ന അടിയന്തര ഘട്ടങ്ങളിലെ സുഗമമായ യാത്രയ്ക്കാണ് പാതകൾ നിർമ്മിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ജമ്മു കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെ ഏകദേശം 4000 കിലോമീറ്ററാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചൈന ഏറെ പ്രാധാന്യം നൽകുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ തീരുമാനം. 44 പാതകളുടെ നിർമ്മാണത്തിന് ഏകദേശം 21,000 കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങളിലൂടെ പാതകൾ കടന്നുപോകും. അതിർത്തിയിലെ ചൈനയുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തെ തുടർന്ന് ഡോക്ലായിൽ 2017 ജൂണിൽ ഇന്ത്യ ചൈന സൈന്യം 150 മീറ്റർ അകലെ മുഖാമുഖം നിന്നിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാമെന്ന ചൈനയുടെ ഉറപ്പിൽ 72 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരു സൈന്യങ്ങളും മേഖലയിൽ നിന്ന് മാറിയത്. അതായത് ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള ഇന്ത്യയുടെ നീക്കം തന്നെയാവും ചൈനയെക്കൊണ്ട് പഴയതൊക്കെ ഓർമ്മിപ്പിച്ചത്.